ഹായ് ഹലോ മദർ യൂണിവേഴ്സ് ടാരോ റീഡിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നോക്കാം, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിട്ട് മൂവ് ഓൺ ആയി പോയി. ഒരു 90% പോലും നിങ്ങൾക്ക് പ്രതീക്ഷയില്ല നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരുമെന്ന്. അങ്ങനെയുള്ള വ്യക്തികളുടെ റീഡിംഗ് ആണ്. നിങ്ങളുടെ പേഴ്സൺ 90% തിരിച്ചു വരില്ല എന്ന് നിങ്ങൾക്ക് അത്രയും ഇതായിട്ടുള്ള ഒരു റീഡിംഗ് ആണ്. ഓക്കെ, 90% നിങ്ങൾക്കൊരു 10% മാത്രമേ തിരിച്ചു വരുമോ എന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കുന്ന വ്യക്തികൾക്കുള്ള റീഡിംഗ് ആണ്. ഓക്കെ, നിങ്ങൾ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. കറക്റ്റ് നിങ്ങൾക്കുള്ള റീഡിങ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് താങ്ക് യു യൂണിവേഴ്സ്. എനിക്ക് ഏറ്റവും കറക്റ്റായിട്ടുള്ള റീഡിങ് തന്നതിനായി ഞാൻ നന്ദി പറയുന്നു. ഞാൻ എൻ്റെ ചെറിയ അറിവ് ഞാൻ യൂണിവേഴ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു. എനിക്ക് ഏറ്റവും ബെറ്ററായിട്ടുള്ള ഏറ്റവും കറക്റ്റായിട്ടുള്ള എനിക്ക് എനർജി തന്നതിനായി നന്ദി. എന്നെ വാച്ച് ചെയ്യുന്നതായി എന്നെ കാണുന്നതായിട്ടുള്ള എൻ്റെ വ്യൂവേഴ്സിൻ്റെ കറക്റ്റായിട്ടുള്ള അവരുടെ ലൈഫിൽ നടന്നിരിക്കുന്ന എല്ലാ കാര്യങ്ങളും കറക്റ്റ് ടാരോ റീഡ് എന്ന സത്യത്തിലൂടെ അവരെ മനസ്സിലാക്കുവാനും അവർക്ക് സമാധാനം കൊടുക്കുവാനും ഈ റീഡിങ്ങിലൂടെ സഹായിക്കട്ടെ. ഞാൻ യൂണിവേഴ്സിൻ്റെ സഹായത്തെ ഞാൻ ചോദിക്കുന്നു. എനിക്ക് സഹായം തന്നതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു. നിങ്ങളുടെ പേഴ്സൻ്റെ പേര് പറഞ്ഞുകൊണ്ടിരിക്കുക. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ഈ വീഡിയോ കാണുന്ന വ്യക്തികളുടെ പേഴ്സൺ പൂർണ്ണമായി മൂവ് ഓൺ ചെയ്തിരിക്കുന്ന ഒരു പ്രതീക്ഷയും ഈ കാണുന്ന വ്യക്തികൾക്കില്ല. ആ വ്യക്തികളുടെ റിലേഷൻ്റെ കറണ്ട് സിറ്റുവേഷൻ, കറണ്ട് ഫീലിങ്സ് എന്താണ് അവരുടെ ജീവിതത്തിൽ അവർ അനുഭവിച്ചുകൊണ്ടിരുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ഈ വീഡിയോ കാണുന്ന വ്യക്തികളുടെ ലൈഫിൽ നിന്ന് പേഴ്സൺ മൂവ് ഓൺ ചെയ്ത് കഴിഞ്ഞ റീഡിംഗ് ആണ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ഈ വീഡിയോ കാണുന്ന വ്യക്തികളുടെ ലൈഫിൽ നിന്ന് പേഴ്സൺ 90% മൂവ് ഓൺ ചെയ്തു എന്ന് വിശ്വസിക്കുന്ന വ്യക്തികളുടെ റീഡിംഗ് ആണ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എൻ്റെ ഈ വീഡിയോ കാണുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ 90% മൂവ് ഓൺ ആയി എന്ന് വിശ്വസിക്കുന്ന വ്യക്തികളുടെ പാസ്റ്റിൽ എന്തായിരുന്നു. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. പാസ്റ്റിൽ അവരുടെ റിലേഷൻ എങ്ങനെയായിരുന്നു. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ഏറ്റവും കറക്റ്റായിട്ടുള്ള റീഡിംഗ് നൽകണമേ. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഈ വീഡിയോ കാണുന്ന വ്യക്തിയുടെ ലൈഫിൽ പാസ്റ്റിൽ എങ്ങനെയായിരുന്നു അവരുടെ റിലേഷൻ. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഏറ്റവും പവർഫുള്ളായിട്ടുള്ള എനർജി അയക്കണമേ. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പാസ്റ്റിൽ ഈ വീഡിയോ കാണുന്ന വ്യക്തിയുടെ റിലേഷൻഷിപ്പിൽ പാസ്റ്റിൽ എന്തായിരുന്നു. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ഏറ്റവും പോസിറ്റീവായിട്ട് ഏറ്റവും കറക്റ്റായിട്ടുള്ള റീഡിങ് തന്നതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു. ജഡ്ജ്മെൻറ്റ്, 2 ഓഫ് കപ്പ്. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അധികം നിങ്ങൾ സന്തോഷിക്കുകയും ഗിവ് ആൻഡ് ടേക്ക് ഒരുപോലെയുള്ള അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹത്തിലായിരുന്നു നിങ്ങളുടെ ജീവിതത്തിൻ്റെ തുടക്കം. ഓക്കെ, അൺകണ്ടീഷണലായിട്ട് എന്ത് കാര്യങ്ങളും നിങ്ങൾ ഷെയർ ചെയ്യുകയും സ്പിരിച്വലായിട്ടാണെങ്കിലും ശരി തന്നെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുകയും സാമ്പത്തികമായിട്ടാണെങ്കിലും സ്നേഹമായിട്ടാണെങ്കിലും നിങ്ങൾക്ക് എന്തും ഷെയർ ചെയ്യുവാനുള്ള, നിങ്ങളുടെ ഇമോഷൻ പരമായിട്ടുള്ള എന്ത് കാര്യങ്ങളും ഷെയർ ചെയ്യുവാനുള്ള, ഇപ്പോൾ അസുഖമാണെങ്കിൽ തന്നെയും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അതിനുള്ള ഒരു സൊല്യൂഷൻ നിങ്ങൾ കണ്ടെത്തുകയും ഏഞ്ചലിന് ഒരു ഡിവൈൻ്റെ കാര്യത്തിൽ തന്നെയാണെങ്കിലും നിങ്ങളുടെ പേഴ്സണിന് വേണ്ടി പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി നല്ല രീതിയിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യുകയും നിങ്ങളുടെ ജീവിതത്തിൽ എന്തുകൊണ്ടും എല്ലാ കാര്യങ്ങളിലും അൺകണ്ടീഷണൽ ആയിട്ടുള്ള
സ്നേഹമായിരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, പാസ്റ്റിലെ കാര്യങ്ങളാണ്. നിങ്ങൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണെന്നും നിങ്ങളുമായിട്ടുള്ള ജീവിതം അവരുടെ ജീവിതത്തിൽ ഏറ്റവും ഗ്രോത്ത് ആണെന്നും നിങ്ങളെ അവർക്ക് കിട്ടിയത് ദൈവത്തിൻ്റെ ഭാഗ്യമാണെന്നും നിങ്ങളുടെ പേഴ്സൺ പലപ്പോഴായിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. ഇങ്ങനെ ഒരു ലൈഫിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടു തന്നതിന് ദൈവത്തിന് പോലും അവർ നന്ദി പറഞ്ഞിട്ടുണ്ട്. കാരണം നിങ്ങളെന്നുള്ളൊരു വ്യക്തി അവരെ അൺകണ്ടീഷണലായിട്ട് സ്നേഹിച്ചിരുന്നു. അവരുടെ ഏത് കുറ്റങ്ങളും കുറവുകളും, അവർ ചിലപ്പോൾ ഒരുപാട് കുറവുകളുള്ള വ്യക്തികളായിരിക്കാം, ആ കുറവുകളെല്ലാം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് ഒരു മദറിൻ്റെ കെയർ എങ്ങനെയാണോ അതുപോലെ, ചിലപ്പോൾ ഇത് കാണുന്നത് മെയിലാണെങ്കിൽ തന്നെയും അവർ ഒരു കുഞ്ഞിനെ എങ്ങനെയാണോ ഒരു മെയില് ഒരു കുഞ്ഞിനെ, അമ്മയില്ലാത്ത ഒരു കുഞ്ഞിനെ എങ്ങനെയാണോ അത്രയേറെ സ്നേഹിച്ചു കൊണ്ടുവരുന്നത്, അതുപോലെ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന മെയിലായിട്ടുള്ള ആൾക്കാർ തൻ്റെ പാർട്ട്ണറെ അതുപോലെ ഒരു കുഞ്ഞിനെ എങ്ങനെയാണോ സംരക്ഷിക്കുന്നത് അതുപോലെ സംരക്ഷിച്ചിരുന്നു. ഫീമെയിൽ ആയാലും ശരി തന്നെ അതുപോലെ അത്രത്തോളം സ്നേഹവും ഒക്കെ കൊടുത്തിരുന്നു. ഓക്കെ, നിങ്ങളിൽ നിന്ന് ഒരുപാട് ഉപദേശങ്ങൾ കൊടുത്തിരുന്നു. നിങ്ങൾക്ക് ഒരുപാട് നോളജ് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ദൈവികമായിട്ടുള്ള നോളജ് നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് ഇൻഡ്യൂഷൻ പവർ ഉണ്ടായിരുന്നു. നിങ്ങൾ ഒരു ഇൻഡ്യൂഷൻ പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങി തിരിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ പറയും, ഈ ഒരു സമയം നിങ്ങൾക്ക് അത്ര ശരിയാണെന്ന് തോന്നുന്നില്ല, എനിക്കത് കേട്ടിട്ട് അത്ര ശരിയാണെന്ന് തോന്നുന്നില്ല, നിങ്ങളിപ്പോൾ ആ ഒരു കാര്യം ചെയ്യരുത് എന്നുള്ള രീതിയൊക്കെ നിങ്ങൾ തടയുമായിരുന്നു. നിങ്ങളുടെ ആ ഒരു സമയത്ത് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ തടയുമായിരുന്നു. ഓക്കെ, നിങ്ങൾ തടയുമായിരുന്നു. നിങ്ങളുടെ ഈ ഒരു പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു കെയറിങ് നേച്ചർ അത് മറ്റുള്ളവർ അസൂയയോട് കണ്ടിരുന്നു. നിങ്ങളുടെ പാർട്ട്ണറെ ഇത്ര അധികം സ്നേഹിക്കുന്നത് ചിലപ്പോൾ നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ ഫ്രണ്ട്ഷിപ്പ് ഉള്ള ആൾക്കാരോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്ത് വലയങ്ങളിലുള്ള ആൾക്കാരോ ഈ നിങ്ങളുടെ റിലേഷന് ഭയങ്കരമായിട്ടുള്ളൊരു നിങ്ങളുടെ കെയറിങ്ങും നേച്ചറിങ്ങും കാരണം അവരൊരു അസൂയത്തോടെ കണ്ടിരുന്നു നിങ്ങളുടെ ഗ്രോത്ത്, നിങ്ങളുടെ സ്നേഹം, നിങ്ങൾ രണ്ടുപേരുമായിട്ടുള്ള ആ ഒരു ഇമോഷൻ ഷെയറിങ്, അതെല്ലാം ഒരു ഒരു ജലസിയോട് കൂടിയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കണ്ടിരുന്നത്. ഇപ്പം ഇതിൽ തന്നെ കാണാം, എംപ്രസ് ആണ് വന്നിരിക്കുന്നത്. ഏറ്റവും പവർഫുള്ളായിട്ടുള്ളൊരു വ്യക്തി തന്നെ ആയിരുന്നു നിങ്ങളുടെ റിലേഷൻ. ഓക്കെ, നിങ്ങൾ പ്രഗ്നൻസിയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ പേഴ്സണോട് ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണിൽ നിന്നൊരു കുഞ്ഞിനെ വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുകയോ ചെയ്തിട്ടുണ്ടായിരിക്കാം. അതിനെക്കുറിച്ചുള്ളൊരു സംസാരം ഒരു പക്ഷേ നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ. കാരണം ഒരു മിറർ എഫക്റ്റ് എങ്ങനെയാണോ നിങ്ങൾ, അതുപോലെ തന്നെയാണ് നിങ്ങളുടെ പേഴ്സണും നിങ്ങളുടെ റിലേഷനിൽ ആദ്യ സമയങ്ങളിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, നിങ്ങൾ തൊടുന്നതെല്ലാം ഗ്രോത്ത്, നിങ്ങൾ പേഴ്സണും നിങ്ങളും കൂടി ചേർന്ന് നിൽക്കുമ്പോൾ ഇതുവരെ സംഭവിക്കാതിരുന്ന പല കാര്യങ്ങളും, സാമ്പത്തിക പ്രശ്നങ്ങളായിരുന്നാലും ശരി, അതെല്ലാം നീക്കുപോക്ക് വന്ന് നിങ്ങൾക്ക് പേഴ്സണും ഒരു ഗ്രോത്ത് തന്നെ ആ ഒരു റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് സാമ്പത്തികമായി പോലും ആ ഒരു ബ്ലെസ്സിങ് നിങ്ങളുടെ റിലേഷനിൽ ഉണ്ടായിരുന്നു. പെട്ടെന്നാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു ജഡ്ജിമെൻറ്റ് വരുന്നത്. ഓക്കെ, ചിലപ്പം നിങ്ങളുടെ ജീവിതത്തിൽ ജഡ്ജ്മെൻറ്റ് വരുന്നു എന്ന് പറയുമ്പോൾ കർമ്മഫലം എന്ന് തന്നെ നമുക്ക് പറയാം. നമ്മളുടെ ജീവിതത്തിൽ ഈ ഒരു സമയത്തോ അതല്ലെങ്കിൽ പുനർജന്മം, റീബർത്ത്, അതിനെക്കുറിച്ചും കൂടിയാണ് പറയുന്നത്. നമ്മൾ ഈ ജന്മത്തിൽ ചെയ്ത പാപമായ നമ്മൾ ചിന്തിക്കും, എന്തിനാണ് ഞാൻ ഇത്രയേറെ ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് എന്ന് ചിന്തിക്കും. അപ്പം ഈ ഒരു ജന്മത്തിൽ നിങ്ങൾ ഏറ്റവും ബെറ്ററായിട്ടാണ് പെരുമാറുന്നതെങ്കിൽ കഴിഞ്ഞ ജന്മത്തിൽ റീബർത്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ജന്മത്തിലുള്ള എന്തെങ്കിലും പാപത്തിൻ്റെ ആ ഒരു കാര്യം നിങ്ങൾ അനുഭവിക്കാതെ നിങ്ങൾക്ക് ആ ഒരു ജന്മത്തിൽ നിങ്ങൾ മരണം സംഭവിച്ചിരുന്നുവെങ്കിൽ ഈ ഒരു ജന്മത്തിൽ കൂടി നിങ്ങൾക്ക് അതിൻ്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നതായിരിക്കാം. കാരണം നിങ്ങൾ പ്രസൻ്റ്ലി നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരെ ഒരുപാട് കെയർ ചെയ്യുന്നു, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ത്യാഗവും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്നു. പക്ഷേ എന്നിട്ടും ഒന്നിന് പിറകെ ഒന്നായിട്ട് എന്തുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. പെട്ടെന്ന് തന്നെ ഇത്രയും സന്തോഷമായിരിക്കുന്ന ജീവിതത്തിലേക്ക് നിങ്ങൾക്കൊരു ജഡ്ജ്മെൻറ്റ് വരികയാണ്. ആ ജഡ്ജ്മെൻറ്റിൻ്റെ ഫലമായി നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സൻ്റെയും ലൈഫിൽ ഒരു ഐസൊലേഷനായിട്ടുള്ള ഒരു സമയം പ്രസൻ്റായി വരികയാണ്. ഓക്കെ, ഐസൊലേഷനായിട്ടുള്ളൊരു ടൈം, നിങ്ങൾക്ക് എന്താണ് മുന്നിലുള്ളത് എന്നുള്ളതും അല്ലെങ്കിൽ ആരാണ് എന്ത് കാണിക്കുന്നത് എന്നുള്ളതോ അല്ലെങ്കിൽ ലൈഫിൻ്റെ ഗതി എങ്ങോട്ടാണെന്നോ
ഒന്നും അറിയാൻ വയ്യാതെ നിങ്ങളെ തന്നെ ഒന്നും ചെയ്യാൻ കഴിയാതെ ആ ജഡ്ജിമെൻറ്റിന് വേണ്ടി നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കേണ്ടി വരും. നിങ്ങളെ കൊണ്ടൊന്നും പറ്റുന്നില്ല. ആ ജഡ്ജിമെൻറ്റിൽ എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്താണ് ജഡ്ജിമെൻറ്റിൽ സംഭവിച്ചത്? ഈ വീഡിയോ കാണുന്ന വ്യക്തികളുടെ, ഈ വീഡിയോ കാണുന്ന മൂവ് ഓൺ ആയിട്ടുള്ള വ്യക്തികളുടെ ലൈഫിൽ വന്ന ജഡ്ജിമെൻറ്റ് എന്തായിരുന്നു? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എന്ത് ജഡ്ജിമെൻ്റാണ്? 4 ഓഫ് കപ്പ്, 3 ഓഫ് കപ്പാണ് വന്നിരിക്കുന്നത്. 3 ഓഫ് കപ്പും അതിനെ 4 ഓഫ് കപ്പും. നിങ്ങളുടെ ലൈഫിലേക്ക് മറ്റ് ഒരു പാർട്ടി, ഒരു റിലേഷൻ, നിങ്ങളുടെ ഇടയിലേക്ക് മറ്റൊരു വ്യക്തിയുടെ കടന്നുകയറ്റമായിരുന്നു നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ ജഡ്ജിമെൻറ്റ്. ഓക്കെ, ഇവിടെ വന്നിരിക്കുന്നത് 3 ഓഫ് കപ്പാണ്. ആ കപ്പിനെ ജഡ്ജിമെൻറ്റിനെ ക്ലാരിഫൈ ചെയ്ത് വന്നിരിക്കുന്നത് 4 ഓഫ് കപ്പ്. മറ്റൊരു വ്യക്തിയുടെ റിലേഷൻ, നിങ്ങളുടെ റിലേഷനെ മുറിച്ചുകൊണ്ട് കടന്നു വരികയും നിങ്ങളുടെ സ്നേഹത്തെ നിങ്ങളുടെ പേഴ്സൺ കാണാതെ പോകുകയും നിങ്ങൾ കൊടുക്കുന്നതായ കെയറിങ്ങും സ്നേഹവും എല്ലാം ഇഗ്നോർ ചെയ്തുകൊണ്ട് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയിലേക്ക് ശ്രദ്ധ കൊണ്ടുവരികയും ചെയ്തു. അതാണ് നിങ്ങളുടെ ജീവിതത്തിൽ, ഈ സന്തോഷകരമായ ജീവിതത്തിൽ നടന്നുകൊണ്ടിരുന്ന സമയത്ത് വന്നിരുന്ന ജഡ്ജിമെൻറ്റ് നിങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത്. ഓക്കെ, അത് ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഈ ഒരു സമയത്ത് ചെയ്തതിൻ്റെ, ഈ ഒരു ജന്മത്തിൽ നിങ്ങൾ എന്തെങ്കിലും ഇതുപോലെ നിങ്ങൾ ആരുടെയെങ്കിലും ലൈഫിൽ ഇതുപോലെ നിങ്ങൾ ഇഗ്നോർ ചെയ്തിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ആ ഒരു ജഡ്ജിമെൻ്റ് ആയിരിക്കാം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. അത് സ്വയം നോക്കിയെങ്കിൽ മാത്രമേ മനസ്സിലാകൂ. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ജന്മത്തിൽ നിങ്ങൾ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും, ഒരു വ്യക്തിയെയും ഇഗ്നോർ ചെയ്തിട്ടില്ല, നിങ്ങൾ കാരണം ഒരു വ്യക്തിക്കും അപമാനം ലഭിച്ചിട്ടില്ല, ഒരു വ്യക്തിയുടെയും ഹൃദയം മുറിയുവാൻ നിങ്ങൾ കാരണം ഇടയായിട്ടില്ല എങ്കിൽ നിങ്ങളുടെ കഴിഞ്ഞ റീബർത്ത്, കഴിഞ്ഞ ജന്മത്തുള്ള ജഡ്ജിമെൻറ്റിൻ്റെ ഫലമാണ് നിങ്ങൾ ഈ ഒരു ജന്മത്ത് അത് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു ജന്മത്തിൽ അനുഭവിക്കേണ്ടതായിട്ട് വന്നിരിക്കുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എന്തുകൊണ്ടാണ് ഇവിടെ 8 ഓഫ് സോഡ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് 8 ഓഫ് സോഡ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ. പേജ് ഓഫ് കപ്പ്, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പേജ് ഓഫ് കപ്പ്. നിങ്ങളുടെ പേഴ്സൻ്റെ ശ്രദ്ധ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരാതെയും, ചിലപ്പോൾ നിങ്ങൾക്ക് സമയം എന്തെങ്കിലും തരുന്നുണ്ടായിരിക്കാം, എങ്കിലും നിങ്ങൾ ചിലപ്പോൾ മെസ്സേജ് അയക്കും. നിങ്ങളുടെ പേഴ്സൺ, നിങ്ങളൊരു 10 മെസ്സേജ് അയച്ചാൽ പോലും നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് ഒരൊറ്റ മെസ്സേജ്, ഒരു എം എന്നുള്ള വാക്കായിരിക്കും വരുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ ഓക്കെ എന്നുള്ളൊരു വാക്കായിരിക്കും. ചിലപ്പോൾ കണ്ടിട്ടും നിങ്ങൾക്ക് തിരിച്ച് റിപ്ലൈ തരാത്ത അവസ്ഥയായിരിക്കും. നിങ്ങളിലേക്ക് സ്നേഹം ഒട്ടും കടന്നു വരാത്ത രീതിയിൽ ആയിത്തീരുകയായിരുന്നു. ഓക്കെ, നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സൺ ഒരു വിധത്തിലും ശ്രദ്ധ ചെയ്യുന്നില്ല. ഇവിടെ ഒരു വ്യക്തി ഫിഷ് ടാങ്കാണ്. ഫിഷ് ടാങ്കിലേക്ക് ഫുഡ് കൊടുക്കുകയാണെങ്കിലും ഒരിക്കൽ പോലും ആ ഫിഷിനെ നോക്കുകയോ അതിലേക്ക് ശ്രദ്ധിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സമയത്തും നിങ്ങളുടെ പേഴ്സൺ ഒരിക്കലും നിങ്ങളെ ശ്രദ്ധിച്ചിട്ടിരുന്നില്ല. ഓക്കെ, ആ സ്നേഹം പോലും നിലത്താണ്, അവരുടെ കാലിന് താഴെയാണ് അവർ ഹോൾഡ് ചെയ്ത് വെച്ചിരുന്നത്. ഓക്കെ, ഒരിക്കലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി ശ്രദ്ധ കാണിച്ചിരുന്നില്ല. 7 ഓഫ് പെൻഡിക്കിളാണ് വന്നിരിക്കുന്നത്. നിങ്ങളെ അവർ പ്രയോറിറ്റി ലിസ്റ്റിൽ നിന്നും പുറത്താക്കിയിരുന്നു. ഓക്കെ, നമ്മൾ വൈറ്റ് കാർഡിൽ നോക്കുന്ന സമയത്ത് നമുക്ക് അത് മനസ്സിലാവും. ഒരാൾ പെൻഡിക്കിളിരുന്ന് പണിയുന്ന സമയത്ത് ആ പെൻഡിക്കിൾ ഒരെണ്ണം എടുത്ത് വലിച്ചെറിഞ്ഞിരിക്കുന്നത് പോലെ തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രയോറിറ്റി തരാതെ ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും നല്ല പ്രയോറിറ്റി കൊടുക്കുകയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രയോറിറ്റി തരാതെയും നിങ്ങളുടെ പേഴ്സൺ ഉപേക്ഷിച്ചിരുന്നു. ഓക്കെ, അതാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത്. അതോടുകൂടി നിങ്ങൾ ഐസൊലേഷൻ ആവുകയും 8 ഓഫ് സോഡിൻ്റെ എനർജിയിലേക്ക് നിങ്ങൾ മാറിപ്പോവുകയും ചെയ്തു. നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് നിങ്ങൾക്ക് ശ്രദ്ധയോ മറ്റോ ഒന്നും കിട്ടുന്നില്ല. അതിന് കാരണം എന്തെന്നും തേർഡ് പാർട്ടിയെക്കുറിച്ചുള്ള ഒരു അറിവും നിങ്ങൾക്ക് ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്കുണ്ടാകുന്നത് പേഴ്സൺ നിങ്ങളെ ഇഗ്നോർ ചെയ്യുന്നു, മെസ്സേജിന് റിപ്ലൈ തരുന്നില്ല, നിങ്ങളുടെ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് ടൈം തരുന്നില്ല, നിങ്ങൾ കൊടുക്കുന്ന സ്നേഹത്തിന് വാല്യൂ തരുന്നില്ല എന്നുള്ളത് മാത്രമേ നിങ്ങൾക്കറിയാവൂ. എന്താണ് ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതിനെക്കുറിച്ച് യാതൊരു അറിവും നിങ്ങൾക്ക് ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നില്ല. ഓക്കെ, അതിൻ്റെ ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത് 2 ഓഫ് സോഡാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സണും അതേ അവസ്ഥയിൽ തന്നെയാണ്.
2 ഓഫ് സോഡ് അവരുടെ ജീവിതത്തിൽ 2 കാര്യങ്ങളായിട്ട് വന്നു. അവരുടെ മനസ്സ് 2 സ്ഥലത്തേക്ക് വ്യതിചലിച്ചു. കാരണം ഇവിടെ വന്നപ്പോഴത്തേക്ക് 3 ഓഫ് കപ്പാണ് വന്നിരുന്നത്. ജഡ്ജ്മെൻറ്റിനെ ക്ലാരിഫൈ ചെയ്ത് വന്നിരിക്കുന്നത് 4 ഓഫ് കപ്പും ബോട്ടം ഓഫ് ദി ഡെക്കിൽ വന്നത് 3 ഓഫ് കപ്പുമായിരുന്നു. ഓക്കെ, അപ്പം നമുക്ക് ഇതായിരുന്നു നിങ്ങളുടെ പ്രസൻറ്റിൽ നടന്നിരുന്നത്. ഓക്കെ, അല്ല നിങ്ങളുടെ പാസ്റ്റിൽ നടന്നിരുന്നത്. അപ്പം പ്രസൻറ്റിൽ എന്താണെന്ന് നോക്കട്ടെ. ഇത് പാസ്റ്റിൽ നടന്ന കാര്യങ്ങളാണ്. ഇനി നമുക്ക് പ്രസൻറ്റിൽ നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ഏറ്റവും കറക്റ്റായ റീഡിങ് തന്നതിന് ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. പ്രസൻറ്റിൽ അവരുടെ ഈ കാണുന്ന വ്യക്തികളുടെ 90% മൂവ് ഓൺ ആയ വ്യക്തികളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഈ ഒരു സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഈ സമയത്ത് അവരുടെ റിലേഷൻഷിപ്പിൽ 90% മൂവ് ഓൺ ആയി എന്ന് വിശ്വസിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ ഈ ഒരു സമയത്ത് നടന്നിരിക്കുന്ന കറണ്ട് സിറ്റുവേഷൻ എന്താണ് അവരുടെ ലൈഫിൽ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ഈ വീഡിയോ കാണുന്നവരുടെ പേഴ്സൻ്റെയും കാണുന്ന വ്യക്തികളുടെയും ലൈഫിൽ നടക്കുന്ന കറണ്ട് സിറ്റുവേഷൻ. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഈ വീഡിയോ കാണുന്ന വ്യക്തിയുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്ന കറണ്ട് സിറ്റുവേഷൻ എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഇപ്പോൾ ഈ നിമിഷം ഇവരുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നതായ ഈ വ്യക്തി കാണുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ അവരുടെ പേഴ്സണെ പ്രതി കടന്നു പോകുന്നതായ സിറ്റുവേഷനെ തന്നതിനായി നന്ദി പറയുന്നു. ഏറ്റവും കറക്റ്റായിട്ടുള്ള റിസൾട്ട് തന്ന ദൈവത്തിനായി ഞാൻ നന്ദി പറയുന്നു. യൂണിവേഴ്സിനായി നന്ദി പറയുന്നു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. നിങ്ങളിപ്പം നിങ്ങളുടെ മാനസികപരമായിട്ട് നിങ്ങൾ സ്ട്രെങ്ത് നിങ്ങൾ എടുത്തിരിക്കുകയാണ്. നിങ്ങളിപ്പോൾ ഏത് സിറ്റുവേഷനിലാണോ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ആയി എന്ന് നിങ്ങൾ സ്വയം മനസ്സിലാക്കുകയും ഇനി നിങ്ങളുടെ ജീവിതത്തിലേക്ക് പേഴ്സൺ വരില്ല എന്ന് നിങ്ങൾ തന്നെ മനസ്സുകൊണ്ട് വിശ്വസിക്കുകയും നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഏത് സിറ്റുവേഷനിൽ കൂടിയാണോ ആ സിറ്റുവേഷനിൽ നിങ്ങളൊരു സ്റ്റേബിളായിട്ട് മാറുകയും നിങ്ങളുടെ മനസ്സ് അത്രത്തോളം കരുത്തായി മാറ്റുകയും ഈ ഭൂമിയിൽ നിങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു വ്യക്തിയുടെ ആവശ്യമില്ല, എല്ലാം ഞാൻ തന്നെയാണ് എന്നുള്ളൊരു ചിന്തയിലേക്ക് നിങ്ങൾ തിരിയുകയും നിങ്ങൾക്ക് വേണ്ടതായ സന്തോഷം നിങ്ങൾ തന്നെ കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട്. 9 ഓഫ് കപ്പാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ഇമോഷണലായിട്ടുള്ള എന്ത് കാര്യം തന്നെയാണെങ്കിലും നിങ്ങൾ തന്നെ കണ്ടെത്തുകയാണ്. നിങ്ങളിപ്പോൾ ഹാപ്പി ആയിട്ട് തീർന്നിരിക്കുകയാണ്. പല വ്യക്തികളും അവരുടെ ജീവിതത്തിൽ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്നതിനും ജീവിതത്തിൽ സ്ട്രെങ്ത് എടുക്കുന്നതിനും കരഞ്ഞ് തളർന്നിരുന്ന അവസ്ഥയിൽ നിന്നെല്ലാം നിങ്ങൾ മാറി അവനവൻ തന്നെ ഇപ്പോൾ ഒരു സ്ട്രെങ്ത് ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. ഓക്കെ, 9 ഓഫ് കപ്പാണ്. ഇമോഷണലായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം ഉണ്ട്, എങ്കിലും ചില സമയങ്ങളിൽ നിങ്ങൾക്ക് ചില ഏകാന്തത അനുഭവപ്പെടുന്നുണ്ട്. ഓക്കെ, ചില സമയങ്ങളിൽ നിങ്ങളുടെ പേഴ്സണെ കുറിച്ചുള്ള ഓർമ്മ നിങ്ങൾക്ക് വരികയും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചതിച്ച കാര്യങ്ങളെക്കുറിച്ച്, നിങ്ങളെ ചീറ്റ് ചെയ്തു പോയി, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് പല പല കാര്യങ്ങൾ അപഹരിച്ച് കൊണ്ടുപോയി, നിങ്ങളുടെ സമാധാനം, സ്നേഹം, പൈസ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തെ നശിപ്പിച്ചു. നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ പേഴ്സണെ വിശ്വസിച്ചിരുന്നു ആ വിശ്വാസത്തെയാണ് നിങ്ങളുടെ പേഴ്സൺ നശിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ചില ചീറ്റിംഗ് കാര്യങ്ങൾ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചതിച്ച കാര്യങ്ങൾ ചില സമയത്ത് നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരികയും നിങ്ങൾക്ക് ആ ഒരു സമയം നിങ്ങളുടെ പേഴ്സണോട് വെറുപ്പ് കലർന്ന സങ്കടങ്ങൾ വരികയും ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ചില സമയത്ത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ ഈ റിലേഷനിലേക്ക് കടന്നു വരുന്നത് ഒരു ബുദ്ധിയില്ലായ്മ കാണിച്ചു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, കാരണം ഈ ഒരു കാർഡിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ സ്ട്രെങ്ത് ആണ്, നിങ്ങൾക്ക് എല്ലാ സന്തോഷങ്ങളും നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇമോഷണൽ ആയിട്ടാണെങ്കിലും ശരി തന്നെ, നിങ്ങളുടെ കൂടെ നിങ്ങളുടെ കൂട്ടുകാരാണെങ്കിലും ഫ്രണ്ട്സുകളാണെങ്കിലും ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് തന്നെയാണെങ്കിലും ഓക്കെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ട്. പക്ഷേ ഒരു സമയത്ത് ചില സമയത്ത് നിങ്ങൾ ഒറ്റപ്പെട്ടു പോയി, എല്ലാം നഷ്ടപ്പെട്ടു പോയി എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാകാറുണ്ട്. നിങ്ങളിപ്പോൾ ചിലപ്പോൾ ലക്ഷറി ആയിട്ട് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടാണെങ്കിലും ഇമോഷണൽ പരമായിട്ടാണെങ്കിലും നിങ്ങൾ സ്ട്രോങ് ആയിരിക്കും. എങ്കിൽ പോലും ഈ ഒരു ചിന്ത ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളിൽ കയറി വരാറുണ്ട്. ഓക്കെ,
നിങ്ങൾ ഇടയ്ക്ക് ചിന്തിക്കാറുണ്ട് നിങ്ങൾ എടുത്ത തീരുമാനം വളരെ തെറ്റായ രീതിയിലായിരുന്നു. കാരണം ഈ വ്യക്തി ആ വാള് പിടിച്ചിരിക്കുന്നത് തല തിരിച്ചാണ് പിടിച്ചിരിക്കുന്നത്. കാരണം ശരിയായ രീതിയിലല്ല നിങ്ങൾ ഈ റിലേഷനെ തിരഞ്ഞെടുത്തത്. നിങ്ങൾക്ക് തെറ്റ് പറ്റിയിരിക്കുന്നു. നിങ്ങൾ എടുപിടിയെന്ന് പറഞ്ഞ് ജോലി ചെയ്തു ഏറ്റവും പെട്ടെന്ന് ഒന്നും ആലോചിക്കാതെ എടുത്തു ചാടി നിങ്ങൾ ചെയ്ത ഒരു തീരുമാനമായി പോയി ഈ റിലേഷൻ എന്ന് നിങ്ങൾ ഒരു പക്ഷേ ചിന്തിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, നമുക്കത് ക്ലാരിഫൈ ചെയ്യാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. 90% മൂവ് ഓൺ ആയി എന്ന് വിശ്വസിക്കുന്ന റിലേഷന് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ കാണുന്ന God bless you, God bless you, God bless you. 100% അല്ല 90% മൂവ് ഓൺ ആയി എന്ന് വിശ്വസിക്കുന്ന 90% മൂവ് ഓൺ ആയി എന്ന് വിശ്വസിക്കുന്ന വ്യക്തികളുടെ ലൈഫിലേക്ക് ഈ 8 ഓഫ് ദ സ്ട്രെങ്ത് വന്നത് എന്തുകൊണ്ടാണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ഈ സ്ട്രെങ്ത് വന്നത് എന്തുകൊണ്ടാണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. സ്ട്രെങ്ത് ഒന്ന് ക്ലാരിഫൈ ചെയ്യണം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ദ ഹെയറോഫൻ്റ് ആണ്. നിങ്ങൾക്ക് വേണ്ടതായ ഉപദേശങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുവാൻ തീരുമാനിച്ചു. ദ ലവേഴ്സ് കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങളിപ്പോൾ സ്ട്രെങ്ത് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ലവേഴ്സ് സ്വന്തമായി നിങ്ങൾ സ്നേഹിക്കുവാനും നിങ്ങൾക്ക് വേണ്ടതായ സ്നേഹങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ സ്വന്തമായി മറ്റുള്ളവരെ സ്നേഹിക്കുവാനും നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുവാനും നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അതിൻ്റേതായ ഗൈഡൻസും കാര്യങ്ങളുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒന്നിലധികം ആൾക്കാർ നിങ്ങളെ ഉപദേശിക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, മറ്റ് ചില വ്യക്തികൾക്ക് ചില പ്രപ്പോസലും കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. ഒരു പുതിയ ജീവിതത്തിന് വേണ്ടി തയ്യാറെടുക്കുന്ന വ്യക്തികളും ഇത് കാണുന്നുണ്ടായിരിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂണിവേഴ്സിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഗൈഡൻസ് ലഭിക്കുകയും നിങ്ങൾ മുന്നോട്ട് അത്രത്തോളം സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകുകയും നിങ്ങൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, കപ്പ് നോക്കാം. 9 ഓഫ് കപ്പ് എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? എന്താണ് നിങ്ങൾ ഈ ഒരു സമയത്ത് വിഷമിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എന്തുകൊണ്ടാണ് 9 ഓഫ് കപ്പ്? എന്താണ് ആ ഒരു കുറവ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എല്ലാം ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് എൻ്റെ വ്യൂവേഴ്സ് ഈ ഒരു സമയത്ത് വിഷമിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. 2 ഓഫ് വാൻസ്. 2 ഓഫ് വാൻസ് ആണ്. നിങ്ങൾ മറ്റൊരു കാര്യത്തെ വീൽ ഓഫ് ഫോർച്യൂണാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് സമയം അനുകൂലമായി വരികയും ഇപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് അനുകൂലമായി വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് ആരോടെങ്കിലും ഇപ്പോൾ ഒരു ചെറിയ സ്പാർക്കിങ്ങും കാര്യങ്ങളും നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളോട് ആർക്കെങ്കിലും ഒരു അട്രാക്ഷനോ കാര്യങ്ങളോ ഒരു ന്യൂ സ്പാർക്കിങ്ങും അട്രാക്ഷനും നിങ്ങളുടെ ലൈഫിൽ തോന്നുന്നുണ്ടായിരിക്കാം. എങ്കിലും നിങ്ങൾ ചില സമയത്ത് നിങ്ങൾക്ക് 2 മൈൻഡ് ആകുന്നു. നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരികയാണെങ്കിലോ ഇപ്പോൾ ഒരു റിലേഷൻ്റെ ഒരു ഓഫർ അല്ലെങ്കിൽ ഒരു സ്പാർക്ക് ഒരു ഇഷ്ടമൊക്കെ ആരോടെങ്കിലും തോന്നുന്നു എങ്കിലും നിങ്ങൾ ചില സമയത്ത് ചിന്തിക്കും എൻ്റെ പേഴ്സൺ തിരിച്ചു വരികയാണെങ്കിലോ. പക്ഷെ നിങ്ങൾക്കിപ്പോൾ സമയം അനുകൂലമായിരിക്കുകയാണ്. നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പുതിയ വ്യക്തി കടന്നു വരികയാണ്. ഓക്കെ, പക്ഷെ നിങ്ങൾ ഈ ഒരു സമയവും വന്നിരിക്കുന്നത് ഓവറോൾ എനർജി വന്നിരിക്കുന്നത് നിങ്ങൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ട കാര്യങ്ങളെ ഓർത്ത് നിങ്ങൾ വിഷമിക്കുകയാണ്. നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ഓർത്തിട്ട് നിങ്ങൾ വിഷമിക്കുകയാണ്. നിങ്ങളുടെ മുമ്പിൽ ഇപ്പം മറ്റൊരു വ്യക്തി വന്ന് നിങ്ങൾക്ക് ഓഫർ തന്നിരുന്നാലും ഒരു പ്രപ്പോസ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ തന്നിരുന്നാലും നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കഴിഞ്ഞു പോയ ട്രാജഡി ഓർത്ത് നിങ്ങൾ വിഷമിച്ചിരിക്കുന്ന അവസ്ഥയിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. ആ ഒരു വിഷമമാണ് നിങ്ങൾക്കുള്ളത്. ജീവിതത്തിൽ എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞിരുന്നാലും ആ ഒരു പെയിൻ നിങ്ങൾക്ക് ടോളറേറ്റ് ചെയ്യാൻ കഴിയാത്ത വണ്ണം നിങ്ങൾ അത്രയേറെ പെയിൻ അനുഭവിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടെങ്കിലും നിങ്ങൾ സഹിച്ചതായിട്ടുള്ള ആ ഒരു പെയിനെ നിങ്ങൾക്ക് സഹിക്കാൻ കഴിയാത്ത അവസ്ഥകളിൽ ചില സമയങ്ങളിൽ നിങ്ങളെ അതീവ വേദനയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഓക്കെ, അടുത്ത നമുക്ക് 7 ഓഫ് സോഡ് നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. 7 ഓഫ് സോഡ് എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? എൻ്റെ വ്യൂവേഴ്സിൻ്റെ ഈ എനർജിയിൽ 7 ഓഫ് സോഡ് എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്,
എന്തുകൊണ്ടാണ് 7 ഓഫ് സോഡ് വന്നിരിക്കുന്നത്? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചില സമയത്ത് ഓർക്കുന്നത്, നിങ്ങൾ കഴിഞ്ഞുപോയ നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള ജീവിതത്തിൽ നിങ്ങൾ ഓർക്കുന്നത് എന്തെങ്കിലും ഫാമിലിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ നിങ്ങൾ എന്തെങ്കിലും വഴക്കുകളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അതല്ല, കുട്ടികളൊന്നുമില്ല, വിവാഹം കഴിക്കാത്തവരാണ് ഇത് കാണുന്നതെങ്കിൽ നിങ്ങൾ പരസ്പരം ഉണ്ടായിരുന്ന അടിയും വഴക്കുകളും നിങ്ങൾ ഇടയ്ക്ക് ഓർക്കാറുണ്ട്. നിങ്ങൾ തങ്ങളിലുണ്ടായ ആർഗ്യുമെൻറ്റ്സ് ഓർക്കാറുണ്ട്. ഓക്കെ, ആർഗ്യുമെൻറ്റ്സും കാര്യങ്ങളും നിങ്ങൾ ചില സമയങ്ങളിൽ ഓർക്കാറുണ്ട്. ഓക്കെ, 6 ഓഫ് കപ്പ് പറയുന്നത് നിങ്ങളുടെ പേഴ്സണുമായിട്ട് സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ഓർക്കുന്നു. എന്തിനാണ് ഞാൻ ആ ഒരു സമയത്ത് ബുദ്ധിമോശം കാണിച്ചത്? ചിലപ്പോൾ നിങ്ങൾക്ക് പണ്ട് പരിചയമുള്ള വ്യക്തികളായിരിക്കാം, നിങ്ങൾക്ക് നല്ല അറിവുള്ള ആൾക്കാരായിരിക്കും, നിങ്ങളുടെ കൂടെ പഠിച്ച വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് വെച്ച് മീറ്റ് ചെയ്ത ആൾക്കാരായിരിക്കാം. ഓക്കെ, അപ്പം അങ്ങനെയുള്ള വ്യക്തികൾ ചിലപ്പോൾ ഫാമിലി ആയിരിക്കാം, നിങ്ങളുടെ പേഴ്സണോ നിങ്ങളോ ചിലപ്പം വിവാഹം കഴിച്ചതായിരിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ചുള്ള സ്വപ്നങ്ങളും കാര്യങ്ങളും ഒക്കെ സംസാരിച്ചിട്ടുണ്ടായിരിക്കാം. ഓക്കെ, അപ്പം ആ ഒരു കാര്യത്തെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്, എന്തിനാണ് ആ ഒരു സമയത്ത് ഞാൻ അത് തിരഞ്ഞെടുത്തത്, ആ ഒരു കാര്യം വേണ്ടില്ലായിരുന്നോ? 5 ഓഫ് വാൻഡ്സ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾ തങ്ങളെ ഒരു ആർഗ്യുമെൻറ്റും കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നതായിട്ടും അല്ലെങ്കിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾ ഓർത്തിട്ടുണ്ട്. ഓക്കെ, അടുത്ത നമുക്ക് നോക്കാം. നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത്, ഇത് നിങ്ങളുടെ എനർജിയാണ്, നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് കറണ്ട് സിറ്റുവേഷൻ, നിങ്ങളെ ഉപേക്ഷിച്ച് പോയിട്ടുള്ള 90% നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴുള്ള കറണ്ട് സിറ്റുവേഷൻ എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ഏറ്റവും കറക്റ്റായിട്ടുള്ള റീഡിങ് നൽകണമേ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ഏറ്റവും കറക്റ്റായിട്ടുള്ള എനർജി അയക്കണമേ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ഇപ്പോൾ ഈ ഒരു സമയത്ത് എൻ്റെ വീഡിയോ കാണുന്ന വ്യക്തികളുടെ 90% മൂവ് ഓൺ ആയി പോയിട്ടിരിക്കുന്ന വ്യക്തികളുടെ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്? ഈ ഒരു സമയത്തുള്ള കറണ്ട് സിറ്റുവേഷൻ പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. കറണ്ട് സിറ്റുവേഷൻ എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഏറ്റവും കറക്റ്റായിട്ട് ഈ വീഡിയോ കാണുന്ന വ്യക്തിയുടെ ഏറ്റവും കറക്റ്റായിട്ടുള്ള സിറ്റുവേഷനെ ഈ ഒരു സമയത്ത് തന്നതിനായി നന്ദി പറയുന്നു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. അവരുടെ ജീവിതം ഇപ്പം അവർക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ മായാലോകത്താണ്. അവർക്ക് ഒരുപാട് ചോയ്സും കാര്യങ്ങളും അവർ ഇലൂഷനിലും ഒക്കെ ആയിട്ട് നിങ്ങളുടെ പേഴ്സൺ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവർ ഒന്നിന് പിറകെ ഒന്നായിട്ട് ഓരോരോ കാര്യങ്ങളിലേക്ക് അവരവരുടെ മനസ്സിനെ സ്പ്രെഡ് ചെയ്ത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എല്ലാം തിരഞ്ഞു പിടിച്ച് നടക്കുകയാണ്. അവരുടെ ജീവിതത്തിൽ ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് ഓപ്ഷനുണ്ട്, അവർക്ക് സന്തോഷിക്കാനും എടുക്കാനും ഒക്കെ പല കാര്യങ്ങളും ജീവിതത്തിലുണ്ട്. അവരെ അട്രാക്റ്റ് ചെയ്യുകയും വശീകരിക്കുകയും ഒക്കെ ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങളുടെ പിറകെയാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് പോകുന്നത്. സാമ്പത്തികമായിട്ടാണെങ്കിൽ പണത്തിൻ്റെ പിറകെ പോകുന്നുണ്ട്, മറ്റ് വ്യക്തികളുടെ പിറകെ പോകുന്നുണ്ട്. അവർക്ക് പണം, വ്യക്തി അങ്ങനെയുള്ള അല്ലെങ്കിൽ സ്ഥാനം, മാനം അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്കിലും അവരുടെ ജീവിതത്തിൽ എടുക്കുന്ന ഒരു ഡിസിഷനും കറക്റ്റ് അല്ല. അവർക്ക് ആരെയും വിശ്വാസമില്ല. വിശ്വാസമില്ലാത്ത അവസ്ഥയിൽ കൂടിയാണ് അവർ കടന്നു പോകുന്നത്. ഇപ്പോൾ ഒരു കാര്യം പറയുകയാണ്, ഞാൻ ഇന്ന കാര്യം ചെയ്യും എന്ന് പറഞ്ഞ് അവർ എല്ലാം സജ്ജീകരിച്ച് വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് അവരുടെ മനസ്സിൽ ഇത് ചെയ്താൽ എന്താകും, ഇതെനിക്ക് ചെയ്യാൻ കഴിയുമോ എന്നുള്ള രീതിയിൽ അവരുടെ മനസ്സ് ഒരിക്കലും ഒരു കറക്റ്റ് പോയിന്റിൽ ഫിക്സ് ചെയ്ത് അവർക്ക് വിശ്വാസത്തോടെ ഒന്നിനും മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മുന്നിൽ ലൈഫ് ഈ ഒരു തീരുമാനം എടുത്താൽ എന്തായിരിക്കും അവർക്ക് കിട്ടുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊന്നും ഒരു വ്യക്തതയും ഇല്ല. അവർക്ക് ഭയമാണ്. അവരുടെ മുന്നോട്ടുള്ള ഓരോ സ്റ്റെപ്പിനും അവർക്ക് ഭയമാണ്. കാരണം അവർക്ക് യാതൊരു ക്ലാരിറ്റിയും ഇല്ല. ജീവിതത്തിൽ ഇനി മുന്നോട്ട് എന്താണ് എന്നുള്ളതിന് ക്ലാരിറ്റി ഇല്ല. അവരെടുക്കുന്ന തീരുമാനങ്ങൾ എപ്പോഴും അവർക്ക് ഡുവൽ മൈൻഡാണ്. ഏത് സമയവും ഒന്ന് ചെയ്യും, ആ ചെയ്യുന്ന സമയത്ത് തന്നെ അയ്യോ അത് വേണ്ട, അത് ചെയ്താൽ ശരിയാവത്തില്ല എന്നുള്ള ഒരു വെപ്രാളം, ഭയം. അവർക്ക് ഒരു കാര്യങ്ങളും മുന്നോട്ട് പോകുന്നില്ല. ഒരുപാട് സ്ട്രഗിളും ഇമോഷണൽ പരമായിട്ടാണെങ്കിലും അവർ
ആ ഒരു ഡിപ്രഷൻ മൈൻഡിൽ കൂടിയാണ് അവർ ഓരോ കാര്യങ്ങളിലേക്ക് അവർ കടന്നു പോകുന്നത്. അവർ പല കാര്യങ്ങളും ജീവിതത്തിൽ വരുന്നതിനെ അവർ അവോയ്ഡ് ചെയ്ത് കളയുന്നുണ്ട്. കാരണം അവർക്ക് ഭയമായതുകൊണ്ട് അവർക്ക് അവരുടെ ലൈഫിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. അവരിപ്പോൾ ഒരു ഡെവിൾ എനർജിയുടെ ഷാഡോയിലാണ് ജീവിക്കുന്നത്. അവർ മറ്റുള്ള വ്യക്തികളുമായിട്ട് സെക്ഷലായിട്ടാണെങ്കിലും ശരി തന്നെ, മറ്റെന്തെങ്കിലും കാര്യത്തിലാണെങ്കിലും അവരെ ബന്ധിച്ചിട്ടിരിക്കുകയാണ്. ഓക്കെ, അവരെ ബന്ധിച്ചിട്ടിരിക്കുന്ന അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. അവർക്ക് സ്വന്തമായി ഇപ്പോൾ ഒരു കാര്യത്തിനും തീരുമാനം എടുക്കാൻ കഴിയില്ല. കാരണം അവർ മറ്റ് ഒരു വ്യക്തിയുടെ കൺട്രോളിലാണ് ജീവിക്കുന്നത്. ഓക്കെ, ആ ഒരു പൈശാചികമായ സ്വഭാവമുള്ള ഒരു വ്യക്തിയുടെ കൺട്രോളിൽ കൂടിയാണ് കടന്നു പോയിരിക്കുന്നത്. അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു ബ്ലാക്ക് എനർജിയാണ്. അവർക്കൊരിക്കലും ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് ബ്ലാക്കാണ്. ഇതൊരു ബ്ലാക്ക് എനർജിയിൽ പെട്ടിരിക്കുകയാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ സമയം ഇപ്പോൾ ഒരിക്കലും സമയം നേരെയല്ല. ഓക്കെ, അവരിപ്പം ഏത് വ്യക്തിയോടൊപ്പമാണോ അവർ സെക്ഷലായിട്ട് അവരെ യൂസ് ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണ് അവരോടൊപ്പം ഉള്ളത്. ആ ഡെവിളിൻ്റെ നീഡ്സിന് വേണ്ടി മാത്രമാണ് നിങ്ങളുടെ പേഴ്സണെ യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സണെ ഭയപ്പെടുത്തിയാണ്. കാരണം ഈ ഒരു ഡെവിളിൻ്റെ കയ്യിലിരിക്കുന്ന ഒരു ടോർച്ച് പോലത്തെ ഒരു സാധനമുണ്ട്. ആ ടോർച്ച് എന്ന് പറയുന്നത് ഇവരെ ഭയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഒരു കാര്യം കയ്യിൽ വെച്ചിരിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ ചിന്തയിലല്ല, മറ്റൊരാളുടെ രീതിയിലാണ്, ഭൗതികമായിട്ടുള്ള കാര്യങ്ങളോട് മാത്രമാണ് ഈ ഒരു സമയത്ത് ആസക്തി വെച്ചിരിക്കുന്നത്. ചില അഡിഷനുകളിലേക്ക് നിങ്ങളുടെ പേഴ്സൺ മാറിയിരിക്കുകയാണ്. ചിലപ്പം സെക്ഷൽ അഡിഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മോഹവലയങ്ങളിലേക്കുള്ള അഡിഷൻ ആയിരിക്കാം. ആ ഒരു രീതിയിലേക്കാണ്, ടോക്സിക് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൽ കൂടിയാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളെ ഏത് രീതിയിൽ ഏത് ടോക്സിക് സിറ്റുവേഷനിലാക്കിയോ ആ ഒരു ടോക്സിക് ആയിട്ടുള്ള റിലേഷനിൽ കൂടിയാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ കൺട്രോളിലല്ല. ഇത്രയും നാളും നിങ്ങളോടായിരുന്ന സമയത്ത് നിങ്ങളെ കൺട്രോളിൽ നിർത്തിയിരുന്നു എന്നുണ്ടെങ്കിൽ അവരതിൻ്റെ കർമ്മഫലം അനുഭവിക്കുന്നു. അവരിപ്പം മറ്റൊരാളിൻ്റെ കർമ്മഫലത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്. മറ്റൊരാൾ അവരെ ചങ്ങല കെട്ടി വലിക്കുന്ന അവസ്ഥയിൽ കൂടി, അങ്ങോട്ട് നിൽക്കി ഇങ്ങോട്ട് നിൽക്കെന്ന് പറയുന്ന അവസ്ഥയിൽ കൂടിയാണ് അവർ കടന്നു പോകുന്നത്. കാരണം അവർ ഒരു മജീഷ്യൻ്റെ കയ്യിലാണ് അവരിപ്പോൾ ഉള്ളത്. കാരണം മജീഷ്യൻ ആകുമ്പോഴത്തേക്കും നിങ്ങളോട് കാണിച്ചതിന് ജസ്റ്റിസിന് വേണ്ടി നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് കരയുന്നുണ്ട്. ജസ്റ്റിസ് ലഭിക്കുമോ ഇല്ലേ എന്ന് അവനവൻ്റെ കർമ്മ അനുസരിച്ചുമാണ് അവർക്ക് ലഭിക്കുന്നത്. ഒരു മജീഷ്യൻ്റെ കയ്യിലാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത്. മജീഷ്യനാകുമ്പോൾ അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള രീതിയിൽ അവരുടെ മജീഷ്യൻ്റെ ഇഷ്ടം അനുസരിച്ച് ഒരു കൺകെട്ട് വിദ്യയിൽ കൂടിയാണ് നിങ്ങളുടെ പേഴ്സണെ കടത്തിക്കൊണ്ട് പോകുന്നത്. നിങ്ങളുടെ പേഴ്സണ് അതിൻ്റെ റിയാലിറ്റി മനസ്സിലാകുന്നില്ല. നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നുണ്ട് അതാണ് ലോകം, അതാണ് സത്യം എന്ന് വിശ്വസിക്കുന്നു. എന്നാൽ ഒരിക്കലും ഒരു മജീഷ്യൻ്റെ അവർ കൺകെട്ടാണ് നടത്തുന്നത്. ഒരിക്കലും അത് സത്യമല്ല. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ 2 ഓഫ് സോഡ് എന്താണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ക്ലാരിറ്റി തരൂ പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 2 ഓഫ് സോഡ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ. എന്തുകൊണ്ടാണ് 2 ഓഫ് സോഡ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് 2 ഓഫ് സോഡ് വന്നിരിക്കുന്നത്? 2 ഓഫ് പെൻഡിക്കിൾ, 5 ഓഫ് പെൻഡിക്കിൾ. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ 2 മനസ്സ് വന്നിരിക്കുന്നത് 2 ഓഫ് കപ്പ്. ആരെയാണോ നിങ്ങളുടെ പേഴ്സൺ തിരഞ്ഞെടുത്തത് അവിടെ നിന്ന് നിങ്ങളുടെ പേഴ്സണെ വഴി ഇറക്കി വിടുന്ന അവസ്ഥയിലേക്കാണ് പോയിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരു 2 മനസ്സോട് കൂടി ഇരിക്കുന്നു എന്ന് പറയുന്നത് 5 ഓഫ് പെൻഡിക്കിളാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സണ് അവിടെ നിന്ന് മൂവ് ഓൺ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ജീവിതത്തിൽ ഒരു ടവർ പോലെയുള്ള അനുഭവങ്ങൾ നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ വരുന്നു. ഏത് റിലേഷനിലാണോ ആ റിലേഷനിൽ കൂടി ഒരു ടവർ വരികയാണ്. അവരുടെ ലൈഫിലേക്ക് ഒരു വലിയ പ്രശ്നങ്ങൾ വരികയാണ്. അവർ റിലേഷൻഷിപ്പിലാണ് വരുന്നത്. 2 ഓഫ് കപ്പ്. അവർ നിങ്ങളെ ഉപേക്ഷിച്ച് ഏത് റിലേഷനുമായിട്ടാണോ പോയിരിക്കുന്നത് ആ റിലേഷൻ്റെ മധ്യത്തിലൂടെയാണ്. കാരണം 2 ഓഫ് കപ്പാണ്, പ്രണയമാണ്, സ്നേഹമാണ്, ഗീവ് ആൻഡ് ടേക്കാണ്, എല്ലാം ഉണ്ട്. ആ ഒരു ഇതിൻ്റെ മധ്യത്തിലൂടെയാണ്, ആ ഒരു റിലേഷൻ്റെ മധ്യത്ത് ഇപ്പോൾ വന്നിരിക്കുന്നത് ടവറാണ് വന്നിരിക്കുന്നത്. ബിജിലി മിന്നൽ പ്രവഹിച്ചിരിക്കുകയാണ്. ആ വ്യക്തികൾ 2 പേരും രണ്ടായിരിക്കുന്നു. ആ ഒരു ടെൻഷനിലാണ്. ഇപ്പോഴുള്ള ഒരു കാര്യങ്ങളും നിങ്ങളുടെ പേഴ്സണ് കാണാൻ കഴിയുന്നില്ല.
നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് പെയിൻഫുൾ സിറ്റുവേഷനിൽ കൂടി കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹാർട്ട് മുറിഞ്ഞു പോകുന്ന അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. നിങ്ങളുടെ പേഴ്സണ് ജഡ്ജിമെൻ്റാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നേരത്തെ ഒരു കാർഡ്, ജസ്റ്റിസിൻ്റെ കാർഡ് വന്നിരിക്കുന്നുണ്ടായിരുന്നോ? നിങ്ങളുടെ പേഴ്സൺ ജസ്റ്റിസിന് വേണ്ടി കരയുന്നുണ്ട്. പക്ഷേ ജഡ്ജിമെൻറ്റ് അവർ ചെയ്ത അവരുടെ ഒരു കാർമിക് ലവിലാണ് അവർ പോയിരിക്കുന്നത്. ഒരു കാർമിക്കായിട്ടുള്ള ഒരു വ്യക്തിനെയാണ് അവർ സെലക്ട് ചെയ്തിരിക്കുന്നത്. കാരണം ഡെവിളിനെയാണ് അവർ സെലക്ട് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ. അതുകൊണ്ട് അവർക്ക് ജഡ്ജിമെൻറ്റിലേക്ക് ഇറങ്ങിപ്പോയേ പറ്റുള്ളൂ. ഇപ്പോൾ അവർ അനുഭവിക്കുന്ന വേദന അവർക്ക് കിട്ടുന്നതായിട്ടുള്ള ജഡ്ജിമെൻറ്റിലാണ്. ഓക്കെ, ജഡ്ജിമെൻറ്റിലാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് നോക്കാം. നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇപ്പോഴത്തുള്ള സിറ്റുവേഷൻ വളരെ മോശമായി പോകുകയാണ്. ഓക്കെ, ഇത് നിങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ട് മൂവ് ഓൺ ചെയ്ത വ്യക്തികളുടെ കാര്യമാണ്. ഓക്കെ, പ്ലീസ് ഗൈഡ് മി മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ട് 7 ഓഫ് കപ്പ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മി മദർ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മി. 4 ഓഫ് പെൻഡിക്കിളാണ് വന്നിരിക്കുന്നത്. 4 ഓഫ് പെൻഡിക്കിളാണ് വന്നിരിക്കുന്നത്. അവരെ അട്രാക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പല വ്യക്തികളും അവരെ അട്രാക്റ്റ് ചെയ്തു പോകുന്നതിന് വേണ്ടിയിട്ട് പല വ്യക്തികളും അവരുടെ ലൈഫിൽ കടന്നു വരികയാണ്. അവരുടെ സാമ്പത്തികത്തെ എടുത്തുകൊണ്ട് പോകുന്നതിന് വേണ്ടിയിട്ടാണ് അവർ ഈ 7 ഓഫ് കപ്പ് എടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ പ്രലോഭിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പല വ്യക്തികളും അവരുടെ ലൈഫിലേക്ക് കടന്നു വരികയാണ്. ഓക്കെ, അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് അവർക്ക് ഏറ്റവും കൂടുതൽ നഷ്ടമാകുന്ന കാര്യങ്ങളാണ് അവരുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അവർക്ക് സാമ്പത്തിക നഷ്ടം സംഭവിക്കും. ഓക്കെ, 3 ഓഫ് വാൻഡ്സ് ആണ് വന്നിരിക്കുന്നത്. അവർ സെലക്ട് ചെയ്തിരിക്കുന്നതായുള്ള കാര്യം ഏറ്റവും മോശമായ കാര്യത്തെയാണ് അവർ ഈ ഒരു സമയത്ത് സെലക്ട് ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. വീൽ ഓഫ് ഫോർച്യൂൺ വന്നത് കൊണ്ടാണ് അവർ ഡെവിളിനെയാണ് ഈ ഒരു സമയത്ത് സെലക്ട് ചെയ്തിരിക്കുന്നത്. അവരുടെ ജീവിതത്തിൽ അവർ സെലക്ട് ചെയ്തിരിക്കുന്നത് ഡെവിളിനെയാണ്. ഓക്കെ, അപ്പം ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഈ ഒരു സമയത്തുള്ള കറണ്ട് സിറ്റുവേഷൻ. ഓക്കെ, അപ്പോൾ 2 കാർഡും കൂടി എടുക്കാം. ഫ്യൂച്ചർ എന്താകും? നിങ്ങളുടെ ഫ്യൂച്ചറും നിങ്ങളുടെ പേഴ്സൻ്റെ ഫ്യൂച്ചറുമാണ് എടുക്കുന്നത്. പ്ലീസ് ഗൈഡ് മി മദർ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മി. ഈ വീഡിയോ കാണുന്ന എൻ്റെ വ്യൂവേഴ്സിൻ്റെ ഫ്യൂച്ചർ എന്തായിരിക്കും? പ്ലീസ് ഗൈഡ് മി. ഫ്യൂച്ചർ നിശ്ചയിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ കർമ്മഫലമാണ്. അത് കാരണം ഫ്യൂച്ചർ നിങ്ങളുടെ നല്ല കർമ്മ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഫ്യൂച്ചറും, മോശമാണെങ്കിൽ മോശവും. ഓക്കെ, ഇപ്പോഴത്തെ ഉള്ള ഒരു ബേസിൽ നമുക്ക് ഫ്യൂച്ചറിനെ നിശ്ചയിക്കാൻ കഴിയത്തില്ല. നാളെയും മറ്റന്നാളും ഒക്കെ ഉണ്ട്. നിങ്ങൾ ഏതാണ് ചെയ്യുന്നത്, അപ്പം നിങ്ങളുടെ നല്ല പ്രവൃത്തിക്കനുസരിച്ച് നിങ്ങൾക്ക് നല്ല കർമ്മ ലഭിക്കും. ഇത് എൻ്റെ വ്യൂവേഴ്സിൻ്റെ കർമ്മഫലമാണ്, എൻ്റെ വ്യൂവേഴ്സിൻ്റെ ഫ്യൂച്ചറാണ്. പ്ലീസ് ഗൈഡ് മി മദർ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മി. പ്ലീസ് ഗൈഡ് മി മദർ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മി. പ്ലീസ് ഗൈഡ് മി മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂവേഴ്സിൽ നിന്ന് മൂവ് ഓൺ ചെയ്തിരിക്കുന്ന വ്യൂവേഴ്സിൻ്റെ പേഴ്സണ് എന്ത് കർമ്മഫലമാണ് ലഭിക്കുന്നത്? പ്ലീസ് ഗൈഡ് മി മദർ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മി. എന്ത് കർമ്മഫലമാണ് ലഭിക്കുന്നത്? ഏറ്റവും കറക്റ്റായിട്ടുള്ള എനർജി തന്നതിനായി നന്ദി. ഏറ്റവും കറക്റ്റായിട്ടുള്ള റീഡിങ് തന്നതിനായി ഞാൻ നന്ദി പറയുന്നു യൂണിവേഴ്സ്. താങ്ക് യു. നിങ്ങൾ ഇതുവരെ അനുഭവിച്ചിരുന്ന വേദനകളിൽ നിന്നും നിങ്ങൾക്ക് ഒരു മാറ്റമാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്. നിങ്ങൾ ഇത്രയും നാളും നിങ്ങൾ എന്തിനെക്കുറിച്ചാണോ നിങ്ങൾ കരഞ്ഞിരുന്നത് അതിൽ നിന്ന് നിങ്ങൾക്കൊരു മൂവ് ഓൺ ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഓക്കെ, നിങ്ങളിപ്പോൾ ഈ ഒരു റീഡിങ്ങിന് ശേഷം പൂർണ്ണമായിട്ടും നിങ്ങൾ ഈ ഒരു സമയം വരെയും ഇങ്ങനെ കരഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് രാത്രിയിൽ ഇങ്ങനെ ഞെട്ടി എഴുന്നേൽക്കേണ്ടതായിട്ടുള്ള സംഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്കൊരു മൂവ് ഓൺ ആണ് നിങ്ങൾക്ക് സംഭവിക്കുന്നത്. ഇത് എംപ്രസ് ആണ് ഇതിനെ ക്ലാരിഫൈ ചെയ്ത് വന്നിരിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ ലൈഫ് ഏറ്റവും ബെറ്ററായിട്ട് മാറും. നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിലേക്ക് വന്നിരിക്കുന്നത് കിങ് ഓഫ് സോഡാണ്. അവരുടെ ലൈഫിലേക്ക് ഇമോഷണൽ പരമായിട്ടുള്ള യാതൊരു കാര്യങ്ങളും ഉണ്ടാകില്ല. അതെല്ലാം പോയിട്ട് അവർക്ക് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനവും മെൻ്റൽ പ്രഷറും കാര്യങ്ങളുമായിട്ട് നിങ്ങളുടെ പേഴ്സണ് പോകേണ്ടതായിട്ട് വരും. ഓക്കെ, അവരുടെ ലൈഫിൽ ഇമോഷണൽ ആയിട്ടുള്ള യാതൊന്നും കാണത്തില്ല. ഓക്കെ, ഏസ് ഓഫ് കപ്പ്. നിങ്ങളുടെ പേഴ്സൺ ഒരു ന്യൂ ബിഗിനിങ് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു സ്നേഹത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു റിലേഷൻ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ
ഈ ഒരു സമയത്ത് ഒരു സ്റ്റാർട്ടിങ്ങിന് വേണ്ടിയിട്ട് മറ്റൊരു റിലേഷനിലേക്ക് കടന്നു പോകുന്നതിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അത് എങ്ങോട്ടാണെന്ന് നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്ന ന്യൂ ബിഗിനിങ് ആരോടൊപ്പമാണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ പേഴ്സൻ്റെ ന്യൂ ബിഗിനിങ്, നിങ്ങളുടെ പേഴ്സൺ ഫ്യൂച്ചറിൽ ആഗ്രഹിക്കുന്ന ന്യൂ ബിഗിനിങ് ആരോടൊപ്പമാണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ. ഈ വ്യക്തി, ഈ വ്യൂവേഴ്സ് കാണുന്ന അവരുടെ പേഴ്സൻ്റെ ഫ്യൂച്ചറിൽ അവരൊരു ഏസ് ഓഫ് കപ്പ്, ഒരു ന്യൂ ബിഗിനിങ്, അൺകണ്ടീഷണൽ ആയിട്ടുള്ളൊരു സ്നേഹം ആഗ്രഹിക്കുന്നു. അത് ആരോടൊപ്പമാണ്? നിങ്ങളോടൊപ്പമാണ്. ഓക്കെ, നിങ്ങളോടൊപ്പം നിങ്ങളുടെ പേഴ്സൺ ഒരു ന്യൂ ബിഗിനിങ് ഫ്യൂച്ചറിൽ ആഗ്രഹിക്കും. കാരണം ഡെത്താണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ റിലേഷനെ നശിപ്പിച്ച് അവസാനിപ്പിച്ച് കൊന്ന് പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു റിലേഷനിൽ ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഞാൻ ചോദിച്ചത് ഫ്യൂച്ചറിൽ ഈ ഏസ് ഓഫ് കപ്പ് ഒരു ന്യൂ ബിഗിനിങ് ആഗ്രഹിക്കുന്നത് ആരോടാണ് എന്ന് ചോദിച്ചപ്പോൾ നിങ്ങളുമായിട്ടുള്ള റിലേഷനെ അവർ നശിപ്പിച്ച് മറ്റൊരു വ്യക്തിയെ തിരഞ്ഞെടുത്ത് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരണമെന്നോ ഫ്യൂച്ചറിൽ, ഈ ഒരു സമയത്തല്ല, കുറച്ച് കാലം കൂടി മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങളിലേക്ക് തിരിച്ച് വരണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ തീരുമാനം എടുക്കുന്നത് നിങ്ങളാണ്. കാരണം ഈ അനുഭവിച്ചിരിക്കുന്ന വേദനയിൽ നിന്നും നിങ്ങൾ ഇന്ന് വരെ, ഇത് റിവേഴ്സാണ് വന്നിരുന്നത്, നിങ്ങൾ ഇന്ന് വരെ ഈ ഒരു പെയിനിൽ കൂടി കടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ കാർഡ് വന്നത് റിവേഴ്സായിരുന്നു. നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഈ ഒരു വേദനയിൽ നിന്നെല്ലാം നിങ്ങൾക്കൊരു മോചനം ലഭിക്കുകയും നിങ്ങൾ ഏറ്റവും സ്ട്രോങ് ആയി മാറുകയും, ഇതിനെ ക്ലാരിഫൈ ചെയ്ത് വന്നത് ഇത് എംപ്രസ് ആണ്. നിങ്ങൾക്ക് വരുന്ന കർമ്മ എന്ന് പറയുന്നത് നിങ്ങൾ ഈ ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെട്ട് നിങ്ങൾ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു രാജകുമാരി എങ്ങനെയാണോ ആ രാജകുമാരിയെ പോലെ തന്നെ മറ്റുള്ളവർക്ക് നിങ്ങൾ ഹെൽപ്പായി തീരുകയും നിങ്ങൾ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു വ്യക്തിയായി മാറുകയും ചെയ്യും. നിങ്ങളെ യൂണിവേഴ്സ് അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്. നിങ്ങളെ യൂണിവേഴ്സ് എടുത്ത് പ്രവർത്തിക്കും. കാരണം മറ്റുള്ളവർക്ക് ഉപയോഗമാക്കി തീർക്കുന്ന രീതിയിൽ നിങ്ങളുടെ ശബ്ദത്തെ, നിങ്ങളെ എല്ലാം ഒരു മറ്റുള്ളവർക്ക് ഏറ്റവും അനുഗ്രഹമായി തീരുന്ന രീതിയിൽ നിങ്ങളുടെ പ്രവൃത്തിയെ എല്ലാം നിങ്ങളുടെ യൂണിവേഴ്സ് എടുത്ത് ഉപയോഗിക്കും. ഇതാണ് റീഡിങ്. നിങ്ങൾക്കിത് വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കിത് റെസനേറ്റ് ആയെങ്കിൽ ദയവ് ചെയ്ത് എൻ്റെ ചാനലിൻ്റെ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ അയച്ചു കൊടുക്കുക. ഓക്കെ, അവരും പോസിറ്റീവിലേക്ക് വരട്ടെ. ഇതുപോലെ കരഞ്ഞ് നിങ്ങൾ പോലും അറിയാതെ എത്രയോ വ്യക്തികൾ ഇതുപോലെ കരയുന്നുണ്ടായിരിക്കും. അപ്പോൾ അവരുടെ മനസ്സിലും ഒരു സമാധാനം ലഭിക്കുവാനും അല്ലെങ്കിൽ അവരൊരു മൂവ് ഓൺ ചെയ്യുവാനും അവർക്ക് സാധിക്കട്ടെ. അപ്പം നിങ്ങൾ വഴി അവരും രക്ഷപ്പെടാൻ അല്ലെങ്കിൽ അവർക്കും ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുവാൻ അവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്തായാലും നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, കാരണം നിങ്ങൾ എംപ്രസ് ആണ്, നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നെങ്കിൽ ആഗ്രഹിക്കാം. നിങ്ങളുടെ പേഴ്സൻ്റെ ആഗ്രഹം മാത്രമാണ് ഇവിടെ പറയുന്നത്. അവർ തിരിച്ചും നിങ്ങളുടെ മുമ്പിൽ വന്ന് അപേക്ഷിക്കുന്ന കർമ്മയാണ് അവർക്ക് ലഭിക്കുന്നത്. ഓക്കെ, തിരിച്ചു വന്ന് നിങ്ങളിലേക്ക് നിങ്ങൾ ചെയ്ത കാര്യങ്ങൾക്കെല്ലാം അപേക്ഷിക്കുന്നു, നിങ്ങളുടെ സ്നേഹത്തിന് വേണ്ടി അപേക്ഷിക്കുന്നതായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് നിങ്ങളുടെ പേഴ്സൺ വരും. ഓക്കെ, കാരണം എന്താണ്ട് നിങ്ങൾക്ക് ഇവിടെ നോക്കി തന്നെ മനസ്സിലാവും ഈ ഒരു ഡെത്തായിട്ടുള്ള റിലേഷനാണ്. ഓക്കെ, ഇത് നിങ്ങളുടെ ഡെത്തായിട്ടുള്ള റിലേഷനാണ്. ആ റിലേഷൻ്റെ മുമ്പിൽ നിങ്ങളുടെ പേഴ്സൺ എന്താണ്ട് ഇവിടെ സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം, അപേക്ഷിക്കുകയാണ്, തൊഴുത് നിൽക്കുകയാണ്. ഓക്കെ, നിങ്ങളുടെ ആ റിലേഷന് വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സൺ തൊഴുത് നിൽക്കുകയാണ്. കാരണം ഏസ് ഓഫ് കപ്പ് നിങ്ങളുടെ സ്നേഹത്തിന് വേണ്ടി, നിങ്ങളുടെ കെയറിന് വേണ്ടി എന്താണോ അവർ നശിപ്പിച്ച് ഇല്ലാണ്ടാക്കി കൊന്ന് കളഞ്ഞു പോയത്, നിങ്ങളുടെ റിലേഷനെ കൊന്നിട്ടാണ് അവർ പോയതെങ്കിൽ ആ റിലേഷന് വേണ്ടിയിട്ട് അതിൻ്റെ മുമ്പിലാണ് നിങ്ങളുടെ പേഴ്സൺ തൊഴുത് നിൽക്കുന്നത്. നിങ്ങൾ ഇത്രയും നാളും ഈ ഒരു അവസ്ഥയിൽ നിന്നെങ്കിൽ നിങ്ങളുടെ കർമ്മ ഇതിൽ നിന്നെല്ലാം മാറി നിങ്ങൾ ഏറ്റവും ബെറ്ററായി മറ്റുള്ളവരെ ഈ ഒരു പെയിനിൽ നിന്നും റിലീസ് ചെയ്യുന്നതായിട്ടുള്ളൊരു വ്യക്തിയായി മാറും. മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കുന്ന വ്യക്തിയായി മാറും. നിങ്ങളൊരു മദർ കെയറിങ് ആയിട്ട് മാറും. നിങ്ങളടുത്ത് ഒരുപാട് പേര് നിങ്ങളെ തേടിയെത്തും. നിങ്ങളെ ഒന്ന് മിണ്ടുന്നതോ അല്ലെങ്കിൽ നിങ്ങളോട് കുറച്ച് നേരം സംസാരിക്കുന്നതോ നിങ്ങളെ ഒന്ന് കാണുന്നതോ മറ്റുള്ളവർക്ക് ആശ്വാസമായി തീരുന്ന രീതിയിൽ നിങ്ങളൊരു ഏഞ്ചലായി മാറുക തന്നെ ചെയ്യും. ഓക്കെ, അപ്പം ഇതാണ് നിങ്ങളുടെ റീഡിങ്. നിങ്ങൾക്ക് റെസനേറ്റ് ആയെങ്കിൽ എൻ്റെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.